വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നമ്മുടെ ഫോർത്ത് വീഡിയോ ക്വസ്റ്റ്യൻ ബോർഡിൽ കാണാം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് നമ്പർ 10 ആണ്. ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാത്തതിന്റെ റീസൺ, ഇനി വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നല്ല ടഫാണ് ആൻഡ് അതെല്ലാം നിങ്ങളുടെ ഇല്ലുസ്ട്രേഷൻ ആണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ടെക്സ്റ്റ് ബുക്കിലെ കംപ്ലീറ്റ് ഇല്ലുസ്ട്രേഷൻ ആണ് നിങ്ങളോട് ഇതുവരെയുള്ള എക്സാമിനേഷന് ചോദിച്ചിരിക്കുന്നത്. എനിവേ, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതേ പ്രോബ്ലം ആണ്, എക്സസൈസ് നമ്പർ 10. ഓക്കെ, അപ്പം നമ്മൾ ഇന്നിത് ഡിസ്കസ് ചെയ്യും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ പ്രോബ്ലത്തിലൂടെ പഠിക്കാൻ പോകുന്ന ടോപ്പിക്സ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്, ഇൻട്രീം ഡിവിഡൻഡ്, ഡിപ്രിസിയേഷൻ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഞാൻ എടുക്കുന്ന ഈ ഒരു ചാപ്റ്റേഴ്സ് മനസ്സിലാവുന്നില്ലെങ്കിൽ ദയവേത് അവിടെ താഴെ എൻ്റെ അടുത്ത് പറയാൻ മനസ്സിലാവുന്നില്ല. ഇനി അല്ല ഓക്കെ ആണെങ്കിൽ അവിടെ ഒന്ന് എന്നെ അറിയിക്കാം. എൻ്റെ നമ്പർ അറിയുന്നവർ എനിക്ക് മെസ്സേജ് ചെയ്യാൻ. ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് വോയിസിൽ പറഞ്ഞതാണ്. ബിക്കോസ് എനിക്ക് നിങ്ങളെ കാണുന്നില്ല. ഞാൻ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് യൂസ്ഫുൾ ആണോ അല്ലയോ എന്ന് അറിയാനുള്ള ഒരു റൈറ്റ് എനിക്കില്ലേ മക്കളെ? സോ എൻ്റെ അടുത്ത് ഒന്ന് അറിയിക്കാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഇത് വളരെ ബോറാണെങ്കിൽ ഞാനിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, സോ എന്നെ ഒന്ന് അറിയിക്കാം. ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യാം, നമുക്ക് അതിന്റെ സൊല്യൂഷനിലേക്ക് പോവാം. സോ എല്ലാവരും ക്വസ്റ്റ്യൻ കോപ്പി ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കിയിരുന്നോ? ഞാൻ ആ ക്വസ്റ്റ്യൻ ആണ് ഞാൻ വായിക്കാൻ പോകുന്നത്. വായിക്കുന്നതിനനുസരിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇവിടെ വരും. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഈസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ രണ്ടുകാരെ ഒന്നിക്ക് ഇഷ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ തിരിച്ചു കൊടുത്തത് റിഡംഷൻ ആയിരിക്കും. ഇവിടെ കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് ഇഷ്യൂ എവിടെ എഴുതേണ്ടതെന്നൊക്കെ നമുക്കറിയാം. ഞാൻ അതിനി റിപ്പീറ്റ് ചെയ്യില്ല. Then 8% redeemable preference share, that also issue or redemption. Here കുറയുക ചെയ്തത്, that is redemption. കഴിഞ്ഞ കണക്കിലും നമ്മൾ ഇതേ രണ്ട് പോയിന്റ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. Now it is general reserve കൂടിയിട്ടുണ്ട്. ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് ആഡ് ബാക്ക് ചെയ്യണം. Now come P&L അക്കൗണ്ട് ആണ് അടുത്തത്. P&L അക്കൗണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇവിടെ ഒരു നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്. ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈച്ച് ആൻഡ് എവറിത്തിങ് ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, നൗ പ്രപ്പോസ് ഡിവിഡൻഡ് ഞാൻ അതിന്റെ തിയറി എടുത്തതാണ് വീഡിയോ നമ്പർ 2 അല്ലേ. കറണ്ട് ഇയർ ആൻഡ് പ്രീവിയസ് ഇയർ തന്നാൽ കറണ്ട് ഇയറിലത് ഇങ്ങനെയാണല്ലോ അല്ലെ. പ്രീവിയസ് ഇയർ ആൻഡ് കറണ്ട് ഇയർ തന്നാൽ പ്രീവിയസ് ഇയറിൽ പെയ്ഡ് ആയിട്ട് കാണിക്കണം, കറണ്ട് ഇയറിലത് ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, ആഡ് ബാക്ക് നെറ്റ് പ്രോഫിറ്റ് ആഡ് ബാക്ക് ചെയ്യണം. നൗ ഇറ്റ് ഈസ് ക്രെഡിറ്റർ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ആ സംഭവം ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നോക്കണം, എന്നിട്ട് വേണ്ട പോലെ ചെയ്യണം. ബിൽസ് പേബിൾ അഗെയിൻ ദ സെയിം തിങ്, ഇൻക്രീസ് ഓർ ഡിക്രീസ് ചെക്ക് ചെയ്യാം, നമുക്ക് വേണ്ട സ്ഥലത്ത് പ്ലേസ് ചെയ്യണം. നെക്സ്റ്റ് കം പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. ഇവിടെ ശ്രദ്ധിച്ചു കേട്ടോളെ. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ബാലൻസ് ഷീറ്റിൽ തന്നാൽ സെയിം. ഇത് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ആണ്. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ആണെങ്കിൽ ഒന്നുകൂടെ ക്ലിയർ ചെയ്യാണ്. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ആണെങ്കിൽ പ്രീവിയസ് ഇയറിലെ പെയ്ഡ് ആയിട്ട് ഫൈനാൻസിങ് ആക്ടിവിറ്റിക്കകത്ത് കാണിക്കണം. ഓക്കെ, പെയ്ഡ് ആണ്, സോ ഔട്ട്ഫ്ലോ ആണ്, മൈനസ് ചെയ്യണം. സംശയമില്ലല്ലോ. കറണ്ട് ഇയറിലത് നമ്മുടെ P&L അക്കൗണ്ട്, നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ആഡ് ബാക്ക് ചെയ്യണം. ഇനി പ്രപ്പോസ്ഡ് ഡിവിഡൻഡിന്റെ കേസ് ആണെങ്കിൽ പ്രീവിയസ് ഇയർ ആൻഡ് കറണ്ട് ഇയർ വിൽ ബി ദർ. അഗെയിൻ സെയിം തിങ്. പ്രീവിയസ് ഇയർ ആണെങ്കിൽ പെയ്ഡ് ആയിട്ട് കാണിക്കണം. പെയ്ഡ് നമ്മൾ ലെസ് ചെയ്യും. എവിടെ നിന്ന്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കാണുന്നതിൽ ഏറ്റവും താഴെ നമുക്ക് ഫോമാറ്റിൽ ലെസ് ഇൻകം ടാക്സ് എന്ന് കാണാം, അവിടുന്ന് നമ്മൾ ലെസ് ചെയ്യണം. കറണ്ട് ഇയറിലാണെങ്കിൽ ആഡ് ബാക്ക് ടു നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, ഇങ്ങനെ മാത്രം തരുവാണെങ്കിൽ. ബട്ട് ഈ പ്രൊവിഷനിലൊക്കെ ഇനിയും കുറെ അഡ്ജസ്റ്റ്മെന്റ്സ് വരും. ഈ കണക്കിൽ അതുണ്ട്. സോ നമുക്ക് അതിന്റെ കോൺസെപ്റ്റ് അവിടെ നോക്കാം. ഇങ്ങനെ മാത്രം തന്നാൽ ഇതാണ് അതിന്റെ ട്രീറ്റ്മെന്റ്. ഓക്കെ ആണ്. നൗ ഞാൻ അസറ്റ് സൈഡ് എടുക്കുകയാണ്. ഫസ്റ്റ് തിങ് ഇസ്, ഇനി നമുക്ക് അസറ്റ് സൈഡ് നോക്കാം. അസറ്റ് സൈഡ് ഫസ്റ്റ് തിങ് ഇസ് ഗുഡ്വിൽ ആണ്. ഗുഡ്വിൽ കുറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഗുഡ്വിൽ റിട്ടേൺ ഓഫ് എന്താ ചെയ്യേണ്ടത്? ആഡ് ബാക്ക് ചെയ്യണം നെറ്റ് പ്രോഫിറ്റിനകത്തുനിന്ന്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. വേറെ ഒന്നുമില്ല, അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. നമുക്കിപ്പോ തൽക്കാലം ഒന്നും അറിയില്ലെങ്കിൽ എന്താ നോക്കാം ആദ്യം. റൈറ്റ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് കൂടുകയാണോ കുറയാണോ ചെയ്തത്? കുറയാണ് ചെയ്തത്. 30,000 കുറഞ്ഞിട്ടുണ്ട്. അപ്പം ലാൻഡ് വിറ്റിട്ടുണ്ടാവും. ഇഫ് നോ അതർ അഡ്ജസ്റ്റ്മെന്റ്. സോ ഇപ്പൊ ഞാൻ വേറൊന്നും വായിക്കാത്ത കൊണ്ട് ഇത് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇതിന്റെ മീനിങ് എന്താ? സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. പ്ലാന്റ് ആണ്. പ്ലാന്റ് കൂടിയിട്ടുണ്ട്. 1,20,000 ഇൻക്രീസ് ഉണ്ട്.
1,20,000 പർച്ചേസ് ആയിരിക്കുന്നു ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു. അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. മനസ്സിലായല്ലോ? ഓക്കെ. ഡെറ്റർ, സ്റ്റോക്ക്, ബിൽ റിസീവബിൾ മൂന്നും കറണ്ട് അസറ്റ് ആണ്. സോ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നോക്കിയിട്ട് വേണ്ടതുപോലെ ചെയ്യണം. ക്യാഷ് ആൻഡ് ബാങ്ക്, ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ്. ക്യാഷും ബാങ്കും ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ് ആണ്. ഓപ്പണിംഗ് എന്താ ചെയ്യേണ്ടത് നമുക്കറിയാം, ക്ലോസിംഗ്. അപ്പോൾ ഇതിന്റെ ആൻസർ എത്രയായിരിക്കും ഈ കണക്ക് ചെയ്താൽ കിട്ടുന്നത്? 10,000. ഓപ്പണിംഗ് ക്യാഷ് ക്ലോസിംഗ് ക്യാഷ് 10,000, ക്ലോസിംഗ് ബാങ്ക് 8,000. സോ നമ്മൾ ചെയ്ത ഇതിന്റെ ആൻസർ 18,000 ആയിരിക്കണം കിട്ടേണ്ടത്. നൗ അഡ്ജസ്റ്റ്മെന്റ്, ഡിപ്രിസിയേഷൻ. സി, നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഡിപ്രിസിയേഷൻ വന്ന് ആർക്കെല്ലാം ഡിപ്രിസിയേഷൻ വന്നു? പ്ലാന്റ് ആൻഡ് ലാൻഡ്. അത് ആദ്യം പ്ലാന്റിന്റെ ആണ് കൊടുത്തത്. 10,000 പ്ലാന്റിന് ഡിപ്രിസിയേഷൻ ആൻഡ് ലാൻഡിന് എത്ര? 20,000. അപ്പം നമ്മൾ ചെയ്തത് തെറ്റാണ്. നമ്മൾ എന്തേലും പറഞ്ഞ നേരത്തെ? നമ്മൾ നേരത്തെ വെറുതെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് കുറഞ്ഞത് കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞു സെയിലാണ്. സോ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഈസ് ലൈക്ക് ദിസ്. ലെറ്റ് മീ ചെക്ക് ദ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് 2 lakh and it's 1,70,000. സോ 30,000 കുറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്താണ്? സെയിലാണ്. ഇഫ് നോ അതർ അഡ്ജസ്റ്റ്മെന്റ്. ബട്ട് ഇവിടെ എന്തുണ്ട്? അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ആരാണ് ആ അഡ്ജസ്റ്റ്മെന്റ്? ഡിപ്രിസിയേഷൻ. ഓക്കെ, ഡിപ്രിസിയേഷൻ. സോ ഈ ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെന്റ് വന്നാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് പൊട്ടത്തെറ്റാണ്. യു ഹാവ് ടു ഡ്രോ ലാൻഡിന്റെ അക്കൗണ്ട്. ഓക്കെ, ഏതെങ്കിലും ഒരു അസറ്റിന് ഡിപ്രിസിയേഷൻ, ശ്രദ്ധിച്ചു കേട്ടോളെ, ഏതെങ്കിലും ഒരു അസറ്റിന് എക്സ്ട്രാ അസറ്റിന്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും, പ്ലസ് ഡിപ്രിസിയേഷൻ, അല്ലെങ്കിൽ അസറ്റ് വിറ്റു, അല്ലെങ്കിൽ അസറ്റ് വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് എഡീഷണലി കുറെ ഡീറ്റെയിൽസ് തരുകയാണെങ്കിൽ നിർബന്ധമായിട്ടും അസറ്റ് അക്കൗണ്ട് വരയണം. സോ ഇവിടെ നമുക്ക് ഡിപ്രിസിയേഷൻ ഉണ്ട്, നമ്മൾ അസറ്റ് അക്കൗണ്ട് വരഞ്ഞിരിക്കണം. സോ ലെറ്റ് സി അസറ്റ് അക്കൗണ്ട് എങ്ങനെയാ വരയുക, എന്തിനാ വരയുന്നത്, എന്തുകൊണ്ടാ വരയുന്നതെന്നാണ് ഇപ്പൊ പറഞ്ഞത്. സോ അസറ്റ് അക്കൗണ്ട് വരയുമ്പോൾ അസറ്റ് ഇൻക്രീസ് ആണെങ്കിൽ ഡെബിറ്റ്, അസറ്റ് ഡിക്രീസ് ആണെങ്കിൽ ക്രെഡിറ്റ്. സോ ഞാൻ ആദ്യം ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ അക്കൗണ്ട് വരയുന്നു. ലാൻഡിന്റെ വാല്യൂ കൂടുകയാണെങ്കിൽ ഇപ്പുറത്ത് എഴുതണം, ഡെബിറ്റിൽ എഴുതണം. ലാൻഡിന്റെ വാല്യൂ കുറയുകയാണെങ്കിൽ ക്രെഡിറ്റിൽ എഴുതണം. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ്. സോ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ എഴുതണം, ക്ലോസിംഗ് ബാലൻസ് ഇവിടെ എഴുതണം. സോ ഓപ്പണിംഗ് ബാലൻസ് ഇസ് 2 lakh and closing balance is 1,70,000. ഓക്കെ, ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ അസറ്റിന്റെ വാല്യൂ കുറയല്ലേ? ഞങ്ങൾ ആലോചിച്ച് നോക്കിയ ബാലൻസ് ഷീറ്റിൽ നിന്ന് നമ്മൾ ഡിപ്രിസിയേഷൻ ലെസ് അല്ലേ ചെയ്യുക. അപ്പം ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ അസറ്റിന്റെ വാല്യൂ അത്രയും നമ്മൾ സെറ്റ് അസൈഡ് മീൻസ് എനിവേ അതൊന്നും ഞാൻ പറയുന്നില്ല. എനിവേ അസറ്റിന്റെ വാല്യൂ കുറയണം. സോ ഡിപ്രിസിയേഷൻ എവിടെ കാണിക്കണം? ബൈ ഡിപ്രിസിയേഷൻ. ഒന്നും അറിയില്ലെങ്കിൽ ഓർമ്മിച്ച് വെച്ചാൽ മതി. ഡിപ്രിസിയേഷൻ അസറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റിലാണ് കാണിക്കുക. എത്രയാണ് ഡിപ്രിസിയേഷൻ? എഴുതുമ്പോൾ തെറ്റിപ്പോവരുത്. ഇവിടെ പ്ലാന്റിന്റെ ആണ് ആദ്യം തന്നത്. ആൻഡ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ ഡിപ്രിസിയേഷൻ 20,000 ആണ്. ഓക്കെ, സോ ഇത് നമ്മൾ ചെയ്താൽ ഏത് സൈഡാ കൂടുതൽ? 2 lakh ആൻഡ് യുവർ ഓൾസോ ഇത് 1,90,000 ഉള്ളൂ. സോ ഇവിടെ വരും 10,000. ഓക്കെ, ഈ 10,000 ആണ് നമ്മുടെ ബൈ സെയിൽ. ഓക്കെ, ബൈ സെയിൽ ആണ്. സോ ഇവിടെ ഇൻക്രീസ് ആണ്, ഇവിടെ ഡിക്രീസ് ആണെന്ന് പറഞ്ഞല്ലോ, അത് ഓർമ്മിച്ചാൽ മതി. സോ ഇപ്പുറത്തെ ഭാഗത്ത് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇവിടെ കാണിക്കുക, അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പുറത്താണ് കാണിക്കുക. ഓക്കെ ഓക്കെ, ഇവിടെ സെയിൽ ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. ഡിപ്പെൻഡ്സ് ഓൺ ദ ട്രാൻസ്ഫർ ആണ്, ക്യാഷ് ഒക്കെ വരാം. സോ ഞാൻ ഇവിടെ തൽക്കാലം സെയിലിന് എഴുതി. എനിവേ നിങ്ങൾക്ക് ഇപ്പോൾ ക്യാഷ് ഫ്ലോയിൽ നിങ്ങൾ അവിടെ സെയിലിന് എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് കിട്ടി സെയിലാണ്. സോ ഡിപ്രിസിയേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. എവിടെ? നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ. സോ ഈ ഡിപ്രിസിയേഷൻ നമ്മൾ നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ബാക്ക് ചെയ്യുന്നു. ഈ കിട്ടിയിരിക്കുന്ന ബാലൻസിങ് ഫിഗർ ആയ സെയിൽ നമ്മൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് സെയിലാണ്, പൈസ ഇങ്ങോട്ട് വരും. സോ നമ്മളിവിടെ 10,000 എന്ന് എഴുതുന്നു. ഓക്കെ ആണ്. ഇനി ഇതേപോലെ നമ്മൾ ആരുടെ അക്കൗണ്ട് വരയണം? പ്ലാന്റിന്റെ. എന്തുകൊണ്ട് വരയണം? പ്ലാന്റിന് നമുക്ക് ഇതേപോലെ ഡിപ്രിസിയേഷൻ തന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ പ്ലാന്റിന്റെ അക്കൗണ്ട് വരേണ്ട വരുന്നത്. വെറുതെ ബാലൻസ് ഷീറ്റിൽ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആണെങ്കിൽ നമുക്ക് ഒന്നിക്കൽ
പർച്ചേസ് അല്ലെങ്കിൽ സെയിൽ ആണ്. സോ ലെറ്റ്സ് സീ പ്ലാന്റ് അക്കൗണ്ട്. പ്ലാന്റിന്റെ അക്കൗണ്ട് വരെ അഗെയിൻ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ വരും 2. ഓപ്പണിംഗ് ബാലൻസ് 80,000 ആണ്. ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഹിയർ ഇറ്റ് ഇസ് 2 lakh. ഇറ്റ് ഇസ് 2 lakh ആൻഡ് ഡിപ്രിസിയേഷൻ 10,000 ആണ്. സോ ഇവിടെ നമ്മൾ എഴുതും ബൈ ഡിപ്രിസിയേഷൻ 10,000. ഇപ്പുറത്തെ സൈഡാണ് കൂടുതൽ, 2,10,000 വരും. സോ 2,10,000 നിന്ന് 80,000 മൈനസ് ചെയ്താൽ നമുക്ക് 1,30,000 കിട്ടും. ഇപ്പുറത്തെ സൈഡിലാണ് കിട്ടിയത്, അതെന്താണ്? ടു പർച്ചേസ് ആണ്. അസറ്റ് കൂടും, പർച്ചേസ് ചെയ്യുമ്പോൾ അസറ്റ് കൂടും, അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. സോ ഇറ്റ് ഇസ് പർച്ചേസ്. ഓക്കെ, അപ്പോൾ പർച്ചേസ് കിട്ടി. ഇവിടെയും ഈ ഡിപ്രിസിയേഷൻ എന്ത് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റിൻ്റെ അകത്ത് നിന്ന് ആഡ് ബാക്ക് ചെയ്യണം. ആൻഡ് ഹിയർ പർച്ചേസ് എവിടെ വരും? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് പോകും. സോ ഔട്ട്ഫ്ലോ ആണ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ ലെസ് ചെയ്യണം. ഓക്കെ, സോ എപ്പോഴാണ് അസറ്റ് അക്കൗണ്ട് വരെയാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. 1 ഡിപ്രിസിയേഷൻ തരുവാണെങ്കിൽ, 2 ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗും തരും, ഡിപ്രിസിയേഷനും തരുവാണെങ്കിൽ, 2 പുതുതായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ളത് കുറച്ച് അസറ്റ് വിറ്റു എന്നൊക്കെ പറഞ്ഞാൽ, ഇനി കുറച്ച് അസറ്റ് വാങ്ങിച്ചു എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ തരുമ്പോൾ നമ്മൾ അസറ്റ് അക്കൗണ്ട് പറയും. ഇത് ജസ്റ്റ് നമ്മളൊരു സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ അസറ്റ് അക്കൗണ്ട്. ഓക്കെ, നൗ ഇൻട്രീം ഡിവിഡൻഡ് പുതിയൊരു പോയിന്റ് ആണ്. അതും ഇൻട്രീം ഡിവിഡൻഡ്. ഇൻട്രീം ഡിവിഡൻഡ് വെരി സിമ്പിൾ ആണ്. ഇൻട്രീം ഡിവിഡൻഡ് എത്രയാണെന്ന് നോക്കുക. ഇൻട്രീം ഡിവിഡൻഡ് ഇറ്റ് ഇസ് 20,000. 2 സ്ഥലത്ത് കാണിക്കണം. ഒന്ന് നെറ്റ് പ്രോഫിറ്റിനകത്ത് നിന്ന് ആഡ് ബാക്ക് ചെയ്യണം, മറ്റേത് നമ്മുടെ ഫൈനാൻസിങ് ആക്ടിവിറ്റീസിൽ ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ലെസ് ചെയ്ത് കാണിക്കണം ഫൈനാൻസിങ് ആക്ടിവിറ്റീസിൽ. ഓക്കെ അല്ലേ? ഓക്കെ, നൗ എഴുതി വെച്ചോളെ എവിടെയെങ്കിലും. അടുത്തത് ഇൻകം ടാക്സ് പെയ്ഡ് 35,000. ഇൻകം ടാക്സ് പെയ്ഡ് 35,000. തൽക്കാലം ഒരു പെൻസിൽ എടുത്തിട്ട് ആ ഒരു സാധനം ക്വസ്റ്റ്യനിൽ ഇല്ല എന്ന് വിചാരിച്ചോളെ. ഈ 35,000 ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഒരു പോയിന്റ് ആണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യനിൽ ആ ഒരു സെന്റൻസ് ഇല്ല. ഏത് സെന്റൻസ് ഇല്ല? 35,000 ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് പറയുന്ന സെന്റൻസ് ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ വരും. നമ്മളിങ്ങനെ പ്രൊവിഷൻ ഫോർ ടാക്സേഷന്റെ അക്കൗണ്ട് വരയുന്നു. ലാബിലിറ്റി ആണ്. സോ ഓപ്പണിംഗ് ബാലൻസ് ബൈയിൽ വരും, ക്ലോസിംഗ് ബാലൻസ് ഇവിടെ വരും. ശ്രദ്ധിക്കണേ മക്കളെ. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് എത്ര? 40ഉം ക്ലോസിംഗ് ബാലൻസ് 50ഉം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ആ ലാസ്റ്റത്തെ സി എന്ന് പറയുന്ന പോയിന്റ് നമുക്കില്ല. ഇല്ലെങ്കിൽ ഇത് പെയ്ഡ് ആയിട്ടും കാണിക്കും. ടു ബാങ്ക് 40,000. ഇത് PNL അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായിട്ട് കാണിക്കും. PNL അക്കൗണ്ട് സെറ്റ് അസൈഡ് ചെയ്ത പൈസയായിട്ടും കാണിക്കും. എന്നിട്ട് ഈ അക്കൗണ്ട് ഇവിടെ ടാലി ആക്കും. ഇവിടെയും 90, ഇവിടെയും 90. ഓക്കെ, എന്നിട്ട് ഇത് നമ്മൾ ഈ 40,000 ഉണ്ടല്ലോ പേ ചെയ്ത്, അതായത് പ്രീവിയസ് ഇയറിൽ അല്ലേ, പ്രീവിയസ് ഇയറിൽ ഓപ്പണിംഗ് ബാലൻസ് പ്രീവിയസ് ഇയറിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് നോർമലി ലെസ് ഇൻകം ടാക്സ് പെയ്ഡ് 40,000 കാണിക്കും. ഈ 50,000 അതായത് കറണ്ട് ഇയറിൽ 50,000 നെറ്റ് പ്രോഫിറ്റിനകത്തുനിന്ന് ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നില്ലേ, നെറ്റ് പ്രോഫിറ്റിന് ഇത് ആഡും ചെയ്യും, ഇത് ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞ് ലെസ്സും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രശ്നമില്ല. ബട്ട് ഇവിടെ സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. റബ്ബർ എടുത്തിട്ട് അത് മായ്ച്ചോ കേട്ടോ. സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. അതാണ് ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ. അതില്ലെങ്കിൽ എങ്ങനെയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞ. അതുണ്ടെങ്കിൽ ഇവിടെ ക്ലോസിംഗ് ബാലൻസ് 50,000. അപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിൽ പറയുന്നത് 35,000 ഇൻകം ടാക്സ് പെയ്ഡ്. അപ്പോൾ നമ്മൾ പേ ചെയ്തിരിക്കുന്നത് 40 അല്ല, എത്രയാണ്? 35,000. അപ്പോൾ നമ്മൾ ലെസ് ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത് 35,000 ആണ്. ഇനി നമുക്ക് വേണ്ടത് അറിയേണ്ടത് നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ എത്ര ആഡ് ബാക്ക് ചെയ്യണം. അത് നമ്മൾ ഈ ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. സോ ഇറ്റ് ഈസ് 85,000, റൈറ്റ്? തെറ്റിങ്ങടാ.
ഓക്കെ 85,000 വരും. സോ ഇവിടെ വരും 45. ഇതേതാ ബാലൻസിങ് ഫിഗർ അല്ലെ, ബാലൻസ് ചെയ്ത് കിട്ടിയ ഫിഗർ. ഇതായിരിക്കണം നമ്മുടെ P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത്. ഈ ഒരു എമൗണ്ട് വേണം ഇവിടെ നമ്മൾ നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ബാക്ക് ചെയ്യാൻ. ഇഫ് സി എന്ന് പറഞ്ഞ ആ പോയിന്റ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ 50,000 ഇവിടെ ആഡ് ബാക്ക് ചെയ്യണം, 40,000 ഇവിടെ ലെസ് ചെയ്യണം. ഇഫ് ആ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ബാലൻസ് ചെയ്തിട്ട് വേണം ഇത് കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇനിയല്ല ചിലപ്പം പറയും P&L അക്കൗണ്ടിലേക്ക് ഇത്രയാ ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബാലൻസ് ചെയ്തിട്ട് ഏത് കണ്ടുപിടിക്കേണ്ടി വരും, ഇൻകം ടാക്സ് പെയ്ഡ് കണ്ടുപിടിക്കേണ്ടത്. എനിവേ ദിസ് ഇസ് ദി ഫോർമാറ്റ് ഓഫ് ദി അക്കൗണ്ട്. ഈ ക്വസ്റ്റ്യൻ പ്രകാരം ഇങ്ങനെ. ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻ കവർ ചെയ്ത് തരും. എക്സാമിന് വന്നതെല്ലാം ഞാൻ എന്തായാലും കവർ ചെയ്യും. ഈ ക്വസ്റ്റ്യൻ ഞാൻ തിരഞ്ഞെടുത്തത് എനിക്കിപ്പം നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ആസറ്റ് അക്കൗണ്ടിൻ്റെ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇപ്പം ഞാൻ ചെയ്തത്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ പഠിപ്പിച്ചു തരാനും ഇൻട്രീം ഡിവിഡൻറ്റും ഇൻകം ടാക്സും പഠിപ്പിച്ചു തരാൻ. ഓക്കെ, അപ്പം നമ്മളൊക്കെ ചെയ്തു. ഇനി ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ വരയുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് ഞാൻ ഓൾറെഡി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. നിങ്ങൾ അങ്ങോട്ട് വരഞ്ഞോളൂ. എന്നെ പോസ്റ്റ് പ്രസ് ചെയ്യാൻ നിങ്ങൾ വരിക. ഞാൻ ഇനിയിപ്പോൾ സ്ക്രീനിൽ കംപ്ലീറ്റ് വരഞ്ഞ് കംപ്ലീറ്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് വരാം. സി, ഇവിടെ നെറ്റ് പ്രോഫിറ്റ് വേണം. നമുക്കറിയാം വേറെ ഒന്നും തന്നിട്ടില്ല. ഓക്കെ, ബാലൻസ് ഷീറ്റിനകത്തുള്ള നെറ്റ് പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ. സോ അതിന്റെ ഡിഫറൻസ് ഞാൻ എടുത്തു. 18,000 കിട്ടി. ഞാൻ ഈ പറഞ്ഞ എല്ലാം ജനറൽ റിസർവ്, ഗുഡ് വിൽ, എപ്പോഴും ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്യണം. ഈ 2 ഐറ്റം കുട്ടികളുടെ അടുത്ത് എപ്പോഴും മറന്നു പോകും. ഒന്ന് ജനറൽ റിസർവ് ആൻഡ് ഗുഡ് വിൽ. ബിക്കോസ് അത് ബാലൻസ് ഷീറ്റിലത് തരാം. അതിന് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളോട് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും സെപ്പറേറ്റ് പറയുന്നില്ല. നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം. സോ ഇത് 2 പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, ബാലൻസിങ് ഫിഗർ, ആ അക്കൗണ്ട് വരഞ്ഞിട്ടുള്ള സംഭവം, ഡിപ്രിസിയേഷൻ 2 ഉണ്ട്. സോ 2 കൂടെ ആഡ് ചെയ്തിട്ട് ഞാനിവിടെ എഴുതി. ആൻഡ് ഇൻട്രീം ഡിവിഡൻഡ് 2 lakh, ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് 2 lakh, 1,18,000 1 lakh അല്ല 18,000 പ്ലസ് 2 lakh 18,000. ഇതിനെ നമ്മൾ ലെസ് ചെയ്യാൻ വേറെ ഒരു ഐറ്റവും ഇല്ല. പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഇല്ല, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് എസറ്റ് ഇല്ല, റെന്റ് റിസീവ്ഡ് ഇല്ല. അങ്ങനെ ആഡ് ബാക്ക് ലെസ് ചെയ്യുന്ന ഒരു ഐറ്റവും ഇല്ല. സോ ഞാൻ ഇതിന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എന്ന് വിളിച്ചു. ദെൻ ഞാൻ ആഡ് ഓർ ലെസ്. ഇൻക്രീസ് ഇൻ ക്രെഡിറ്റർ, ഇൻക്രീസ് ഇൻ കറണ്ട് ലാബിലിറ്റി ആഡ് ചെയ്യണം. ഇൻക്രീസ് ഇൻ ഡെറ്റ് എടുത്തു നോക്കിയാൽ മതി. ക്രെഡിറ്റർ കൂടുക എന്ന് പറഞ്ഞാൽ കറണ്ട് ലാബിലിറ്റി കൂടുമ്പോൾ ആഡ് ചെയ്യണം. ഇൻക്രീസ് ഇൻ ഡെറ്റർ ആണെങ്കിൽ ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്, അപ്പോൾ ലെസ് ചെയ്യണം. അഗെയിൻ ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്, സ്റ്റോക്ക് ലെസ് ചെയ്യണം. അഗെയിൻ ഇൻക്രീസ് ഇൻ ബിൽ റിസീവബിൾ, കറണ്ട് അസറ്റ് ആണ്, സോ ലെസ് ചെയ്യണം. ഡിക്രീസ് ഇൻ കറണ്ട് ലാബിലിറ്റി, ഡിക്രീസ് ഇൻ ബിൽസ് പേയബിൾ. അടുത്ത് നോക്കിയെങ്കിൽ ഇൻക്രീസോ ഡിക്രീസോ ഒന്നും മനസ്സിലാവില്ലടാ, അത് നോക്കിയാൽ മതി. 4,000. സോ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 58,000 നെഗറ്റീവ് കിട്ടും. സോ ഇതിൽ നിന്ന് ഇത് ചെയ്താൽ നമുക്ക് 1600. ഇതിനെ നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ് എന്ന് പറയും. അതിൽ ഇൻകം ടാക്സ് ലെസ് ചെയ്താൽ നമുക്ക് 35,000 ആണ് ഇൻകം ടാക്സ് ലെസ് ചെയ്യേണ്ടത്. ലെസ് ചെയ്താൽ നമുക്ക് 1,25,000 കിട്ടും. ഇതാണ് നമ്മുടെ ഇവിടെ എഴുതണേടാ, വിട്ടുപോയതാ ഞാൻ. എന്തെങ്കിലും ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എഴുതണേ. അതേപോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഡേറ്റ് മെൻഷൻ ചെയ്യണം. ആൻഡ് ഇതിന് നേരെ ഈ 1,25,000 നേരെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് എഴുതണം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി നോക്കാം. ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമല്ലെങ്കിൽ, ബിക്കോസ് ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ എന്നെ അറിയിക്കണം. മനസ്സിലാവുന്നുണ്ടെങ്കിലും എന്നെ അറിയിക്കണം. ബിക്കോസ് ഇത് എന്താ പറയുക, പൊട്ടന്മാരാട്ടം കാണാൻ കേട്ടോ നിങ്ങൾ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതാണ് ഫീലിംഗ്. ബിക്കോസ് എനിക്കൊരു റെസ്പോൺസും കിട്ടുന്നില്ല. സോ ഐ വോണ്ട് ടു നോ, റൈറ്റ് അല്ലേ? അപ്പോൾ നിങ്ങൾ എന്നെ അറിയിക്കാം. എനിവേ, അടുത്തത് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, നമ്മൾ ലാൻഡ് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്, അതിൽ നമുക്ക് സെയിലാന്ന് മനസ്സിലായിട്ടുണ്ട്. പ്ലാന്റ് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്, അതിൽ നമുക്ക് പർച്ചേസ് ആണെന്ന് മനസ്സിലായി. പർച്ചേസ് ലെസ് ആണ്, സെയിൽ ആഡ് ആണ്. സോ ഇതിന്റെ രണ്ടിന്റെ നെറ്റ് എന്ന് പറയുമ്പോൾ 1,00,000. ഇത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ഇട്ടിട്ട് നിങ്ങൾ കാൽക്കുലേറ്ററിൽ രണ്ടും ആഡ് ചെയ്ത്, ചില ആൾക്ക് അറിയുന്നുണ്ടാവില്ല, ഇവിടെ ചെയ്ത് കാണിക്കാം. പ്ലസ് മൈനസ് 1,30,000. ഓക്കെ, എല്ലാം പ്ലസ് ചെയ്യുക, അതിൻ്റെ കൂടെ ആ ഫിഗർ എഴുതിയാൽ മതി കേട്ടോ. സോ നിങ്ങൾക്ക് കിട്ടും നെഗറ്റീവ് 1,20,000. അതാണ് നിങ്ങളുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റി. കറണ്ട് പോയിട്ടുണ്ട്, ചിലപ്പോൾ
ഇത്തിരി ക്ലാരിറ്റി കുറവായിരിക്കും. എനിവേ, തേർഡിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. ഇഷ്യൂ ആണ് ഇവിടെ. ഷെയർ എനിവേ ഇക്വിറ്റി ഷെയർ എപ്പോഴും ഇഷ്യൂ ആണ് ഉണ്ടാവുക കേട്ടോ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കൂടിയിട്ടുണ്ട്, സോ ഇഷ്യൂ ആണ്. സോ ഞങ്ങൾക്ക് അവിടെ ഇൻഫ്ലോ ആണ്. ക്യാഷ് ഇങ്ങോട്ട് വരും, 1 ലക്ഷം ഇങ്ങോട്ട് വരും. അടുത്തത് പ്രിഫറൻസ് ഷെയർ കുറഞ്ഞിട്ടുണ്ട്, അപ്പോൾ റീപേയ്മെന്റ് റിഡംഷൻ ആണ്. സോ 50,000 ലെസ് ചെയ്യണം. പിന്നെ നമുക്ക് 2 ഡിവിഡൻഡ് ഉണ്ട് ഇവിടെ. പ്രപ്പോസ്ഡ് ഡിവിഡൻഡും കൊടുത്തിട്ടുണ്ട് 42,000, ഇൻട്രീം ഡിവിഡൻഡും 20,000. സോ രണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 12,000 രൂപ. സി ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ 3 എണ്ണം ഏതൊക്കെ? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി 1,25,000, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി 1,20,000, ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റി 12,000 നെഗറ്റീവ്. ഇത് രണ്ടും നെഗറ്റീവും ഇത് പോസിറ്റീവ്. ഇതിന്റെ നെറ്റ് നമ്മൾ കാണണം. നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ്. ഓക്കെ, ഇത് 3ഉം കൂടെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചില കുട്ടികൾക്ക് അറിയില്ലായിരിക്കും. ഇത് 1,25,000 പ്ലസ് നെഗറ്റീവ് 1,20,000 പ്ലസ് നെഗറ്റീവ് 12,000. ഇത് എത്രയാണ് കിട്ടുകയെന്ന് നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ചെയ്തിട്ട് ഇത് തന്നെയാണ് കിട്ടുക നോക്കുക. ഓക്കെ, എനിക്ക് ചെയ്തിട്ട് കിട്ടിയത്. എനിവേ നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടണം. നെഗറ്റീവ് 7,000 കിട്ടാൻ ഞാൻ അതിന് ബ്രാക്കറ്റിനകത്താക്കി. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യണം വാട്ട്? ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ്. ക്വസ്റ്റ്യൻ എടുക്കുക, ബാലൻസ് ഷീറ്റ് നോക്കുക. 15,000 പ്ലസ് 10,000 25,000 ആണ്. സോ 25,000 ഞാനിവിടെ എഴുതി. 25,000 ഒന്ന് നെഗറ്റീവ് ആണ്. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 18,000 കിട്ടൂല. 18,000 കിട്ടും. അപ്പം ആൻസർ ശരിയാണോ? ശരിയാണ്. ക്വസ്റ്റ്യനിൽ ക്യാഷ് ആൻഡ് ബാങ്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 18,000 ആൻസർ കിട്ടുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ പുതിയ കുറേ പോയിന്റ്സ് പഠിച്ചിട്ടുണ്ട്. ക്യാഷ് ഫ്ലോയിൽ ഓരോന്നും പഠിക്കാനുണ്ട്. പക്ഷേങ്കിൽ അത്ര വലിയ കടുപ്പുള്ള സംഭവമൊന്നുമല്ല ക്യാഷ് ഫ്ലോ. ഓക്കെ, ഞാൻ പറഞ്ഞത് വീണ്ടും ഒന്നും കൂടെ കേട്ട് നോക്കാം. അറിയില്ലെങ്കിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ എൻ്റെ ഹെൽപ്പ് വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി.